കിച്ചുവിന്റെ ഗാനമേള. സുകന്യേ പാലുണ്ടതിനെ? നീ എൻ്റെ പെണ്ണായി വന്നിടുമോ? പാട് പാടറ. പിന്നെ ഈ എന്തിനാ വെറുതെതായിരുന്നു? നീ പാടിയാൽ നമുക്ക് ഞാനല്ലേ 2 ഉണ്ട കൂടുതൽ തരാം. എന്നാ തരാം. എന്നാ പാട്. പാട്. നാണം വരാണ്ട് പാട്. പൊന്നു കാണിക്കണോ? എന്താ കാണിക്ക? പച്ചളം കുടിക്കുക. ഞാൻ പാടാം. നീ പാട്. സുഖു പൊന്നുതാ പച്ചളം കുടിക്കണോ? പച്ചളം കുടിച്ചണ്ടാ. അവിടെ ചൂടുകളുണ്ടടാ. ചൂടും പൂണ്ട്. എത്ര നാളു കാത്തിരുന്നു. അതാ ചൂട്. മതി നമുക്ക് ഒരലൊന്നുമില്ലല്ലോ. അപ്പൊ അതിനുള്ള സംവിധാനം ഫ്രിഡ്ജിൽ എന്താ സാധനം? ഈ കുപ്പിയോടെ കൊണ്ടുവച്ചെന്നാ അത് വെള്ളം കഴുകിയിട്ട് കൊണ്ടുവച്ച. നമുക്കില്ലേ ഫ്രിഡ്ജ് വാങ്ങണം അല്ലേ? നമുക്ക് ഫ്രിഡ്ജില്ലാലേ പറയാ. ഫ്രിഡ്ജും കൂടി ഉണ്ട്. ഫ്രിഡ്ജൊന്നും വേണ്ട. എന്താ ഫ്രിഡ്ജിലേക്ക്? അല്ല പറയ നമുക്ക് ഫ്രിഡ്ജും ഇല്ലാലേ. നമുക്ക് ഫ്രിഡ്ജ് പിന്നെ വാങ്ങാൻ വിചാരിച്ചിട്ടാട്ടോ. ഫ്രിഡ്ജ് ഇതാവുമ്പോൾ എന്താണെന്നറിയോ? 2 കൂട്ടത്തെ കൊണ്ട് അവിടുത്തെ ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ലേ? അതാണ്. അപ്പൊ ഒരാവശ്യം അങ്ങനെ ഓരോടത്ത് എന്താ ഉപകാരം ആവുന്ന ഫ്രിഡ്ജിൽ നിറയെ സാധനങ്ങൾ വേണം. വെറുതെ കറണ്ട് ബില്ല് സ്പൂൺ എടുക്കും ഓടുന്നേട്ടാ. എത്രയാണ്? അപ്പോഴേ നമ്മുടെ കൊല്ലത്ത് ഒരു ചടങ്ങുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഒരു ചടങ്ങുണ്ട് നമുക്ക്. എന്തെന്നറിയോ? നമ്മുടെ പറങ്കിമൂച്ചിന്ന് പറങ്കിമാങ്ങ വീണ് കഴിഞ്ഞ് വെച്ചാൽ പറങ്കേണ്ടി എടുത്ത് വെക്കില്ലേ? ആ പറങ്കേണ്ടി ചുട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അണ്ടിപ്പിട്ടടിക്കുക. നല്ല ടേസ്റ്റാണ് സംഭവം. ആദ്യം ഒലക്കയും കൂടെ അടിക്കാനും. ഒലക്കയൊക്കെ ചെതല പിടിച്ച് പോയിട്ടോ. ഒലക്കയൊക്കെ അത് എന്താന്ന് മനസ്സിലായോ? അത് എന്താ ചുട്ടിയത്? കുക്കുംബറും വഴുതനങ്ങി അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ. എൻ്റെ അച്ചുവിൻ്റെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്തേക്ക് ഇത് വള്ളി ഇടുന്നാണ് തോന്നുന്നത്. അച്ചു ടെറസിൽ കൂടെ ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലവർ ടെറസിൽ ചെയ്യണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. പച്ചക്കറി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ടെറസിൽ ചെയ്യണ്ട, നിങ്ങൾ വേറെ താഴെയുള്ള സ്ഥലത്ത് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ ചീരവിത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ചീരവിത്ത് എന്താ വെച്ചാൽ ഒന്ന് മഴയൊന്നും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചീര നട്ടിട്ടില്ല കേട്ടോ. ചീര, കൈപ്പയ്ക്ക എന്താ തൊട്ട് വെക്കണ്. അപ്പോൾ മര്യാദയ്ക്ക് നമ്മുടെ മത്തംവള്ളി വലുതായി. അതേപോലെ കുമ്പളവള്ളി ഇല്ലേ? കുമ്പളം വള്ളി നല്ല പടർന്നൂലേട്ടാ. പടർന്ന് കുറച്ച് ചെറുതായി ഒക്കെ തന്നെ. അപ്പോൾ ഇന്ന് അനിയൻ്റെയും കുട്ടികളുടെയും പണി എന്തായിരുന്നു എന്നറിയോ? ഉച്ചവരെ പറങ്ങേണ്ടി ചുടുക, അതിൻ്റെ തൊലി കളഞ്ഞിട്ട് തോട് കളഞ്ഞിട്ട് വെച്ചേക്കുക. അപ്പം ഇനി വേഗം എനിക്കിത് ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം ഉണ്ടാക്കുക. ഒരലുണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. ഏട്ടാ നല്ല മഴ വരുന്നുണ്ട്. ആ അമ്മൂട്ടീനെ വിളിച്ചിട്ടേ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് തേങ്ങ ഒന്ന് ചെറിയ തന്നാണി പറ്റുമോ? കറണ്ട് പോയി ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലത്തെ പോലെ രാവിലെ കറണ്ട് വരുള്ളൂ. തേങ്ങ അരക്കേണ്ടതില്ല. തേങ്ങയൊക്കെ വേണം. എത്രത്തോളം എന്താ നന്നാവണോ അത്രത്തോളം ടേസ്റ്റ് കൂടും. പോരെ കുഞ്ഞുണ്ണി ചെറുകുവോ? തിന്ന് ചിരുകും അല്ലേ? അവ എന്തിനാ ഇവിടെ വന്നിക്കണെന്നറിയോ? ഇതേപോലത്തെ ഒരു ചെറിയ പൊട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ.
എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ വലിയ മുട്ടന് കൊടുത്തോ? ബെല്ലും അതേപോലെ തന്നെ നമ്മുടെ പൊട്ടുകടലയും പാടെ കൂട്ടി കഴിക്കാൻ പാടില്ല എന്ന് പറയും, പക്ഷെ അത് ഭയങ്കര നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോഴേ നാളെ എൻ്റെ കല്യാണ വാർഷികമാണ് കേട്ടോ. ഞങ്ങളുടെ ഞങ്ങളുടെ 19ാമത്തെ വാർഷികം. എനിക്ക് അനിയായിട്ട് ഒന്നും വാങ്ങി തന്നില്ല. അത് ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുന്നു. ഇവിടെ 19ാമത്തെ വാർഷികത്തിൽ അല്ല 19ാമത്തെ വാർഷികത്തിൽ ഒന്നും വാങ്ങി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 20ാമത്തേല് വാങ്ങിക്കൊടുക്കാച്ചിട്ടാണ്. എനിക്ക് ഇപ്രാവശ്യത്തെ നമ്മുടെ കല്യാണ വാർഷികം എന്തായാലും സ്പെഷ്യലാണ് കേട്ടോ. എല്ലാം കൊണ്ടും സ്പെഷ്യലാണ് അല്ലേ ഏട്ടാ? അതെ ഇല്ലേട്ടാന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഏട്ട എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചാൽ ഇല്ലേട്ടാ പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരുന്നതൊക്കെ സർപ്രൈസ് ആണ്. അതൊക്കെ ആ സമയത്ത് പൊട്ടിക്കും. അതാ പൊന്നു ഇടുവാ, എൻ്റെ കുട്ടി വിടുവാ, ഇവിടെ വാ, ചെടിയൊക്കെ വലിച്ചോളൂ. ഇപ്പോൾ നാളെ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്തായാലും ഞങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. എന്താ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്രാവശ്യത്തെ കല്യാണ വാർഷികം എന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യലാണ് കേട്ടോ. അമ്മ വരുമോന്നറിയില്ല, എന്താ അമ്മയ്ക്ക് വരാൻ പറ്റുണ്ടാവില്ല. ആര് വന്നാലും ഇപ്രാവശ്യത്തെ വെരി വെരി സ്പെഷ്യലാണ്. വെരി വെരി സ്പെഷ്യൽ. എന്താണ് എന്ത് സ്പെഷ്യല്? ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു സ്പെഷ്യല്. അതൊന്നും ഇപ്പം അറിയാൻ പാടില്ല. അതൊക്കെ നാളത്തെ കാര്യം നാളെ അറിയാൻ പാടുള്ളൂ. പൊന്നു എന്തായാലും കുപ്പിയോടെ കിട്ടുന്ന ഉറപ്പാണ്. അത് ഗ്യാരണ്ടിയാണ് പറഞ്ഞല്ലേ. ഇവിടെ വാ അല്ലേ? അതാ 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 കഴിഞ്ഞ പ്രാവശ്യം വാവേ തലമുറത്തേക്ക് കത്തി വെട്ടുമ്പോ തലാത്തിക്കല്ലേ കറിയേ വാവേ. മോട്ടർ നടന്നോട്ടോ. അമ്മയിൽ കൊണ്ടിട്ടാണ് ഇടിച്ചാലോ? അമ്മയെ കൊണ്ട് എടുക്കണോ? ചീക വേണ്ട, ചീകിട്ടാവോ ഇപ്പത്? ഉരുക്കണോ? നമുക്ക് നാളെ ഒന്നിനും പോണ്ട. എന്നാ ഉരുക്കിയാ മതിയോ? ഉരുക്കണേക്കാട്ടിലും നല്ല ഇതാണ്. ചെയ്യിക്ക. ആരെങ്കിലും 2-3 നാൾ വിളിക്കുന്ന അമ്മോ സമയം പോണു. ടുക്കുമ്മ കുട്ടു കുട്ടുമ്മ കുട്ടു ഒരു മാത്ര ഇതിനാണോ ഉമ്മ കൊടുത്തത്? അതെവിടേക്കെന്നറിയോ? തലയിലെ മുടിയിലടക്കം. ഇതിനാണോ ഉമ്മ കൊടുത്തത്? സമ്മതിച്ച പൊന്നു കേട്ടോ. എടുക്കനാണ് കേട്ടോ. എവിടേക്ക് ഇവിടെ ഒതുങ്ങി ഇരിക്കേ. അവിടെ പോയി കുട്ടി അവിടെ ഇരുന്നിട്ട് തിന്നെ. കോഴിക്കൂടെ എന്താ ഇതിൽ കോഴികളെ വളർത്തുന്ന വെച്ചിട്ട് ചോദിച്ചിരുന്നു. കോഴികൾക്ക് പോകാനുള്ള സ്ഥലമില്ലല്ലോ എന്നൊക്കെ. നമ്മൾ കോഴിക്കൂട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടേ അപ്പം അവർക്ക് കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കോഴിക്കൂട് ഉണ്ടായിട്ട് കാര്യമില്ല. 15 ഒരു വീട്ടിലത്തെ 15 കോഴീനെ എത്ര കൊണ്ടുപോയിരിക്കണം? ഒരു വീട്ടിലത്തെ കോഴി മനുഷ്യന്മാർ തുറക്കില്ലേ, അതുപോലെ അടപ്പൊക്കെ തുറത്തിട്ട് സൂന്യെ എന്നിട്ട് കൊന്നിട്ടിട്ട് പിന്നെ അവർ ഫോറസ്റ്റുകാർ വരുമ്പോൾ കാണിച്ചു കൊടുക്കാലോ പറഞ്ഞിട്ട് ആ കോഴികളൊക്കെ ഓരോടത്ത് കൂട്ടിത്തരാം. ആ കോഴികൾ പിന്നെ പിറ്റത്തെ ദിവസം നോക്കുമ്പോൾ കാണാൻ, രാവിലെ നീച്ച് നോക്കുമ്പോൾ കാണാനില്ലാന്ന്. കൂട്ടിലിട്ട കോഴികളൊക്കെ പോകും. പിന്നെന്താ ചെയ്യുക? പിന്നെ നമ്മുടെ പിഞ്ച് മക്കളാണ്. ഞങ്ങളുടെ കുട്ടികൾ കൂട്ടിലിട്ട് തിന്നാൻ കൊടുക്കാനേ ആയിട്ടുണ്ട്. പേടിയാണ് നമ്മളെ. ഒന്ന് അവർ കൊത്തിപ്പെറുക്കി തിന്നാനാവുന്നത് വരെ കൂട്ടിലിടാം. അത് കഴിഞ്ഞ് വിട്ടാക്കുക. പിന്നെ പോരാ അല്ലേ? ശരിക്കത് പോരാ അല്ലേ? കൂട്ടത്തിൽ തന്നെ കിടന്നോട്ടെ അല്ലേ? പറങ്കേണ്ടി ചുട്ടിട്ട് പൊളിച്ചിട്ട് കണ്ടോ കിടക്കണം. അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല കേട്ടോ. അതാ വണ്ടി നിർത്തിയതിൻ്റെ അവിടെ കണ്ടോ. നമ്മൾ വിചാരിക്കണ പോലെ അല്ല കേട്ടോ. തിന്നാൻ നല്ല ടേസ്റ്റാ, പണിയാൻ നല്ല ബുദ്ധിമുട്ടാ. അതിന്റെ ടേസ്റ്റും ഇതിന്റെ ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. ഒരാള് 2 ഒക്കെയാണ് തിന്നുന്ന സാധനം. പക്ഷേ ഞാൻ വറുത്തോളാം. വയറ് നിറച്ച് തിന്നൊന്നുമില്ല. 2 തിന്നണമെങ്കിൽ നല്ല പണിയാണ്.
അല്ലേ എല്ലാവരും പറയും ഇതെന്താണ് ഇത് ഇത്ര പണിയേ ഉള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളില്ലേ ഇത് ചുട്ട് അത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അതും കൊണ്ട് കാണിക്കാനാണ്. ഭൂ പറഞ്ഞിട്ട് എന്താ കത്തിപ്പോവും തീയ്. അപ്പം അതൊക്കെ യൂട്യൂബിൻ്റെ മാനദണ്ഡങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് ചേട്ടാ. എന്നിട്ട് അതിൻ്റെ എണ്ണ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ ആ എണ്ണ എടുത്ത് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ ഈ കാല് വെണ്ട് കീറില്ലേ ചേറ്റൂണ്. ഞാൻ വറുത്തോളാം. വേണ്ട, അത് കല്ലച്ച് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അച്ചു. കല്ലയ്ക്കുന്നോ അല്ലെങ്കിൽ കല്ലച്ചെടുക്കാണ് കാപ്പി വയ്ക്കാൻ പോയിട്ട്. നാളെ തൃശ്ശൂരിൽ നിന്ന് ഒരു കുട്ടി വന്നപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ സുകന്യ ഹൈറ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നി. സുകന്യ ഹൈറ്റ് ഉണ്ടല്ലോ. നേരിട്ട് വന്ന് കണ്ടപ്പോൾ സുകന്യ ചെറുതാണല്ലോ. മേമയ്ക്ക് മര്യാദ ഹൈറ്റ് ഉണ്ട്. മേമ അച്ചു നിൽക്കുമ്പോൾ അച്ചുവാണ് ഉയരം കൂടുതൽ. അത്ര വ്യത്യാസമുള്ളൂ. 2 അടിയുള്ളൂ. ഞാനാണെങ്കിലോ 2 അടി എത്ര വെച്ചിട്ടാ? 2 അടി. ഞാൻ എത്ര ഉണ്ടെന്ന് അറിയോ? ഞാൻ എത്ര ഹൈറ്റ് ഉണ്ട് ചേട്ടാ? 5 അതുകൊണ്ട് എന്നെക്കാളിൽ എത്ര 2 മറ്റും അനിയേട്ടം കൂടുതലുണ്ട് ചേട്ടാ. 2 അടി കൂടുതൽ. 2 അടിയല്ല, എത്രയോ കൂടുതൽ പറഞ്ഞില്ലേ? 2 ഇഞ്ചോ? 2 ഇഞ്ചൊന്നല്ല. ഞാൻ വിചാരിച്ചത് സത്യം അറിയിച്ചല്ലേ, ഞാൻ വിചാരിച്ചത് ഞാൻ അനിയനെക്കാട്ടിലും ഉയരം കൂടുതലാണ്, അനിയേട്ടൻ്റെ എന്നെക്കാട്ടിലും ഉയരം കമ്മിയാണെന്ന് വിചാരിച്ചിട്ടോ. മാറും. അപ്പോൾ എന്താ LIC എടുക്കുമല്ലോ നമ്മള്. LIC എടുക്കുന്ന സമയത്ത് LICയുടെ പോളിസി എടുക്കാൻ വേണ്ടിയിട്ടേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് എന്താ ഈ കുടുംബശ്രീയിലേക്ക് എല്ലാവരും ഓരോ LIC പോളിസി എടുക്കണം എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീയിലുള്ളതിൽ ഇപ്പോഴും നല്ല കുറേ ആയില്ലേട്ടാ. ഇവരൊക്കെ ചെറുതാവണ സമയത്ത് വന്നിട്ട് അവർ വന്നളന്നു. ഞങ്ങൾ 2 പേരും നിർത്തിയിട്ടില്ലേ. ഇപ്പോൾ പക്ഷെ ആ പൈസ കിട്ടും ചെയ്തു. ആ പൈസ ഏത് കൂടെ പോകുമെന്ന് ചെയ്തെന്ന് അറിയില്ല. അതിനെന്താ അന്ന് എത്ര 300 രൂപയെ. ഇപ്പോഴൊക്കെ LIC ഉണ്ടാണോ പോലെ. LIC എവിടേക്ക് പോകുന്നു? LIC തൊട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. കിച്ചുവിൻ്റെ അടുത്ത് ഏട്ടൻ്റെ പണി സാധനങ്ങൾ കീഴിൽ കളിക്കണ്ട. അവ കുട്ടിയാവുമ്പോഴല്ലേ അച്ചു അപ്പൊക്കെ മുടുക്കനായില്ലേ. ഇതൊന്ന് കഴുകി തന്നെ അച്ചു അമ്മീന്ന് കഴിക്ക. ഇവിടെ മൊത്തം കഴുകി വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതാ ബെല്ലം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഈ മൊരിയില്ലേ, ഈ മൊരി കളയാൻ നല്ല പണിയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ മുറത്തിലിട്ടിട്ട് ഇങ്ങനെ കശകണം. അച്ചുട്ടി അവന് ജ്യൂസ് കൊടുത്താ അപ്പൊ അതാ പൊടിക്കട്ടെ. എന്തുള്ളത്? ജ്യൂസ്? പച്ചമാങ്ങ ജ്യൂസ്. മാങ്ങ നമ്മളിതാ പാത്രത്തിൽ ഇട്ട് കൊടുത്തു. അരി പിടിച്ച മണം. അരി പിടിച്ചപ്പോൾ എന്താ മണം പറയാം. എന്താ വക്കില്ലാത്ത പാത്രം ആയതുകൊണ്ടേ ഇടാൻ പറ്റില്ലേ. ഇടുമ്പോൾ പോവാണ്. സുകന്യ മിണ്ടാണ്ടൊക്കെയാണ്. ചേക്കിനെ പറയാ ചാടിക്കളിക്കടി കുഞ്ഞിറാമി എന്ന് പറഞ്ഞ പോലെ ചാടി കളിക്കണോ അല്ലേ സുകന്യ? എന്നാലും എന്തെങ്കിലുമൊക്കെ മൊഴിഞ്ഞൂടെ എനിക്ക്. സുകന്യ എന്തെങ്കിലും മൊഴിഞ്ഞൂടെ? വെറുതെ നിൽക്കുമ്പോ സുകന്യ ഒന്നും മൊഴിയില്ല. ആ അരി ഇങ്ങോട്ട് മാറ്റി വെക്കോ പെണ്ണെ, കുറച്ചും കൂടി ഇല്ലേ. ഇത് ഞങ്ങളില്ലേ എല്ലാ പ്രാവശ്യം പെങ്ങൾ വന്നാലും ഒരു ചടങ്ങുണ്ട്, അല്ലാതെ ഞങ്ങളൊരു ചടങ്ങുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മളിത് വഴുകി എന്തോ ഒരു തിരക്ക് കാരണം കേട്ടോ. അല്ലെങ്കിൽ ഞാനിത് നേരത്തെ ഉണ്ടാക്കണതാ. എവിടേക്ക് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഓരോ വഴി പോണത്? പോണ്ടല്ലേ? അതാ നല്ല പൊക്ക് പോകുന്നല്ലേ. അതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കണേ. അതിങ്ങനെ സെൻറ്റർ കൂടെ അല്ലേ വിട്ടാക്കണ്ടേ, നേരെ മേലേക്ക് ഇങ്ങനെ കമ്പി കൂടെ മാറ്റി കയറ്റി മതി ചേച്ചി. ഇതല്ലേ ഈ സൈഡ് കൂടെ സൈഡിലത്തെ കള്ളി കൂടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ നോക്കി അണ്ടിപ്പരിപ്പിട്ട് പൊടിച്ചു കൊടുക്കട്ടെ. ഉണ്ടാണോ അണ്ടി?
ഇതിൻ്റെ ഒരു മണം വല്ലാത്തൊരു മണം കേട്ടോ അല്ലേ? ഇനി നമ്മള് അതൊക്കെ പൊടിച്ചു കൊത്തേ, അതൊക്കെ പൊടിച്ചു. തേങ്ങയും കൂടി പാപ്പുണ്ടാക്കല്ലേ? പാപ്പുണ്ടാക്കിയിട്ട് 2 ദിവസത്തേക്ക് എടുത്ത് വെച്ചല്ലേ? ഇത് 2 ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കില്ല കേട്ടോ. തേങ്ങയുടെ ഒപ്പം തന്നെ നമ്മളില്ലേ ഈ വെല്ലം കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചിലർ ഇതിൽ ഏലക്കായൊക്കെ ഇടും. ശരിക്കില്ലേ നമ്മള് ഈ കടയിൽ നിന്ന് വാങ്ങണ അണ്ടിപ്പരിപ്പില്ലേ അതും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഏലക്കായൊക്കെ ഇടാം കേട്ടോ. നമ്മൾ ഈ ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ തന്നെ ഒരു നല്ലൊരു മണമുണ്ട്. അപ്പോൾ പിന്നെ ഏലക്കായുടെ ഒന്നും ആവശ്യമില്ല. എല്ലാം പാടെ എന്റെ കുട്ടി അതിന്റെ മേള കയറിക്കണ്ട, അവിടെ നിന്നാ മതി കേട്ടോ. ഇപ്പൊ തരേ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു കേട്ടോ. കാള് കടിയോ? ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. കഴിഞ്ഞു, അത് എടുത്തു കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് തരാം കേട്ടോ. ശരിക്കിതില്ലേ ഓരലിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കുത്തണം കേട്ടോ. ഇങ്ങനെ മയം വന്നിട്ടേ അതിന് എണ്ണ അങ്ങനെ വരും. കൊട്ടത്തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇതില് എന്താ അല്ലെങ്കിലും വരുമൊക്കെ ചെയ്യും. ഇതിന്റെ കണ്ടോ? അല്ല, ശരിക്ക് സാധാ തേങ്ങയല്ല, ശരിക്കും കൊട്ടത്തേങ്ങ. കൊട്ടത്തേങ്ങ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പദം വരണം. അപ്പല്ലേ ഇത് അല്ലെങ്കിൽ പറങ്കിമാങ്ങ ചുട്ടുമ്പോഴേ തന്നെ അടുത്തുള്ള ആൾക്കാർക്ക് അറിയാം ഇത് പറങ്കിമാങ്ങന്ന് അവരുടെ വീട്ടിൽ ഇതാണെന്ന്. നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ഈ ഭാഗത്തെ എല്ലാ വീട്ടിലും നമ്മുടെ ഈ ഒരു ആശ്രയം കണ്ടോ. ഇത് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ നമുക്ക് കിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ഇതൊന്നും കൂടി എല്ലാം പാടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലൊന്നും കൂടി അടിച്ചു കൊടുക്കും കേട്ടോ. കറക്റ്റ് മിക്സിങ് ആവൂലേ? ആരാ വീണ്? അപ്പൊ എന്തിനു നോക്കി ഓടണ്ടേ? അതെ, ചെറുതാണല്ലേ, വാവയല്ല. എന്താ അത് മുറിയോ? എങ്ങനെ? കളിക്കട്ടെ സോനിയ, ഓടി കളിക്കേണ്ട പ്രായല്ലേ. ഇതിപ്പോ കാണുമ്പോ ഇത്ര തോനെ വിചാരിക്കില്ലേട്ടാ. ഒരു ഒട്ടണ്ട ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എത്ര ഉണ്ടാവില്ലേ? എൻ്റെ വീട്ടിലും ഇത് ഈ സമയമാകുമ്പോൾ പറങ്കിയണ്ടി കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ അമ്മയ്ക്ക് ഒഴിവുണ്ട് പറഞ്ഞാൽ ഉണ്ടാക്കി തരും കേട്ടോ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്യാന്നറിയാം, ചുട്ടിട്ട് ഇങ്ങനെ നമുക്ക് തിന്നാൻ തരും. പക്ഷെ ഇവിടെ വന്ന കഴിഞ്ഞ മുതലില്ലേ എല്ലാ കൊല്ലം ഇത്രയും കാലമായില്ലേ, പറങ്കിക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ ചുടാതെ ഒരു ചുട്ട അണ്ടിപ്പുട്ട് അടിക്കാത്തൊരു സമയം ഇല്ലാലേട്ടാ. അച്ഛൻ പഠിപ്പിച്ച പഠിപ്പുകളാണ്. ശരിക്കും നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാട്ടോ. അത് ചെയ്യാൻ പറ്റായില്ല. നമ്മുടെ എന്താ കരിമ്പന പറയാ, കൂമ്പ് എല്ലാ കൊല്ലം ഇതേപോലത്തെ ഒരു ബേസിനും കൂടി എടുക്കുന്ന കൂമ്പ് ഉണ്ടായിരുന്നാണ്. ഇപ്പൊ നമ്മള് പൈസ കൊടുത്ത് വാങ്ങും, മറ്റത് ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. ഇതൊക്കെ എല്ലാ കൊല്ലം കഴിക്കുന്നതാണ്. പിന്നെ വേണ്ടേ വെക്കോ. ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഉരുട്ടൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനൊന്നും കൂടി ഇങ്ങനെ ആക്കും, ഒന്നും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട്. മധുരം പെർഫെക്റ്റാണ്. ഞാൻ അതല്ല ചോദിച്ചു, ഇതെന്തിനാന്ന് ചോദിച്ചേ. ഈ പാത്രേ ബേസിന് ഉണ്ടാക്കിയിട്ട് വെക്കാനല്ല, ഇത് അങ്ങോട്ട് ഒഴിച്ച് വെക്കാൻ. ആർക്കാ കൊര? ഇനിയിപ്പോ ഇങ്ങനെ കുഴക്കുമ്പോ കണ്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥ സാധനം. കണ്ടോ, ഇങ്ങനെ വരണം കേട്ടോ. ഇനി ഉരുട്ടി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ഉരുട്ടി മയം വരുമ്പോൾ ആ നല്ലൊരു ഇത് വരും. കണ്ടില്ലേ, അതിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്കില്ലേ ഇത്ര മതി വെച്ചിട്ട് നമുക്ക് നിർത്താതെ അതിൻ്റെ കളർ കണ്ടോ അപ്പോൾ വരുന്നത്. അതും ഇതും തമ്മിൽ വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഈ മിക്സിയിലായതും കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഉരലിലാണ് വെച്ചാൽ ഇതൊന്നും വേണ്ട,
ഉരലിലാണോ വെച്ചാൽ എല്ലാം കഴിഞ്ഞു. ഇടിക്കുക സൂര്യ ടക്ക ടക്കയെ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കൂടി ഞങ്ങൾ അതിന് അവള് വരുന്നോന്നാണ്. അവള് ഇവിടെ നിന്ന് പണിയെടുക്കാൻ പാടില്ല. അവള് വരുന്നോന്നാണേ. ആ ഞാനിവിടെ കടന്നിട്ട് ഇത് ഉണ്ടാക്കുമ്പോ അവൾ അവിടെ അപ്പുറത്ത് ഒന്ന് നോക്കുന്നു. വരുന്നൊന്നും ഞങ്ങൾ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായി കൊടുക്കണ്ടേ. അത് തന്നെ നന്നായി ഉരുട്ടിക്കൊണ്ടീ മര്യാദക്ക്. എൻ്റെ വിരുന്ന് കോപ്പൊക്കെ അല്ലേ വിരുന്ന്. അതെ മേലെ 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 തയ്ക്കുന്ന സൂര്യ അതിന്റെ മേലെ മാങ്ങ എങ്ങനെയുണ്ട് കിച്ചു? മാങ്ങയല്ലടി പപ്പാപ്പ തിന്നോ? ആ തിന്നോക്ക്. കൊണ്ടെത്തുന്ന കുട്ടി കൊണ്ടെത്തുന്നു കേട്ടോ. നാളെ സദ്യത്തിന് പണി ഉണ്ടാവോ? മിക്സി ഉള്ളത് കൊണ്ട് എന്തോ ഉരുള വലുതാക്കിയ കുറച്ച് ഉരുട്ടിയാൽ മതി. ഉരുള ചെറുതാക്കിയ അങ്ങനെ വലുതാവണ്ടല്ലേ. നമ്മുടെ വീട്ടിലെല്ലാവരും ഉള്ളത് കൊണ്ടില്ലേ എത്രയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഇത് നാളെ എനിക്ക് കഴിയൂട്ടോ. എന്താ വരുന്നു ഉരുളക്കാള് കൊടുക്കുക. എടുത്തോട്ട് ഇനിയില്ല കേട്ടോ. ഈ രണ്ടെണ്ണം തിന്നും കേട്ടോ. ബാക്കിയൊക്കെ അച്ചക്കാണ് കേട്ടോ. ഏട്ടൻ പറയണേ ഏട്ടന്റെ മീനില്ലേ ഇന്ന് കുറച്ച് മീനാത്ര കിട്ടിയത്. മധുരം പാക കൂടിയോ? മധുരം പാകല്ലേ? നമ്മുടെ ആ മാങ്ങല്ലേ വീഴാൻ തുടങ്ങിക്കണം. ഒന്ന് മേമ വന്നപ്പോ കിട്ടിയിട്ട് ഇടി ഒക്കെ മിന്നുന്നുണ്ട്. ഇടി മുഴക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മളില്ലേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. പാത്രം കഴുകണം, ഉമ്മറങ്കോലായി അടിക്കണം, പണികളിലുണ്ട്. അപ്പോൾ ഞങ്ങളിത് വേഗം ചെയ്യട്ടെ കേട്ടോ. ഇനി വീഡിയോ എടുത്ത് നിർത്തുന്നില്ല. ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്ക് 2 ദിവസം കഴിക്കാൻ. 2 ദിവസം എന്ന് പറയുമ്പോൾ മധുരം അല്ലേ. പിന്നെ ഒരു ദിവസത്തേക്ക് അല്ലേ 2 എണ്ണം തിന്നു കഴിഞ്ഞാൽ റെഡി ആയി. അപ്പോൾ ഇത് അങ്ങനെ തന്നെ തിന്നേ. പക്ഷെ വയർ നിറച്ച് തിന്നല്ലോ 2 എണ്ണം കഴിക്കാൻ. നാളേക്ക് ഇതില്ലേ ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ കാണാം. നാളെ കാണാം.